സങ്കടമോ ഒരു വേദനയോ ഒരു രോഗമോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ദൈവം നമ്മുടെ ചിന്തയ്ക്കായി തന്നിരിക്കുന്ന തിരുവചന ഭാഗം വെളിപ്പാട് പുസ്തകം അതിൻ്റെ 3-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. അവിടെ ഇപ്രകാരം പറയുന്നു: ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ വരം നൽകും. സ്തോത്രം. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. സ്തോത്രം. ദൈവം തന്നിരിക്കുന്ന ഈ വചനത്തിനായി ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകമെന്ന് പറയുമ്പോൾ പല പ്രാവശ്യം നാം കേട്ടിട്ടുള്ളതും ചിന്തിച്ചിട്ടുള്ളതുമായ ഒരു വേദഭാഗമാണ് വെളിപ്പാട് പുസ്തകം. ഇത് പലർക്കും ഇതിൻ്റെ ആഴങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുകയില്ല. കാരണം അത്രമാത്രം ഇതിൻ്റെ ഉള്ളിൽ നിഗൂഢതകൾ മറഞ്ഞിരിപ്പുണ്ട്. ഇത് ലവോദിക്യ സഭയിൽ ഉള്ള ദൂതന് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു കാര്യമാണ് നാം ഇവിടെ കണ്ടത്. ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നാം കാണുവാൻ സാധിക്കും. ഇവിടെ കർത്താവ് പറയുകയാണ് വേഗത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് AD 95 കർത്താവ് വിശുദ്ധ യോഹന്നാൻ നാടുകടത്തി പത്മോസ് ദ്വീപിലായിരുന്നപ്പോൾ അവിടെ കർത്താവ് യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്ത ഒരു തിരുവചന ഭാഗമാണ് ഈ വെളിപ്പാട് പുസ്തകം. ഇതിൽ നിന്ന് അവസാന ഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ സുവിശേഷത്തിൻ്റെ അവസാനത്ത് ഇതിൽ നിന്ന് ഒരു വള്ളി അല്ലെങ്കിൽ ഒരു പുള്ളി ആരെങ്കിലും എടുത്ത് മാറ്റിയാൽ ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്ന അവൻ്റെ ജീവൻ്റെ അംശം, അതായത് നമുക്ക് കിട്ടേണ്ട നന്മകൾ എല്ലാം അവനിൽ നിന്ന് നീങ്ങിപ്പോകും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ വായിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം അവസാനത്തെ 22-ാമത്തെ അധ്യായം അതിൽ 19-ാമത്തെ വാക്യം. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദപുസ്തകമാണ് ഈ വെളിപ്പാട് പുസ്തകം. ഇത് ആരും അങ്ങനെ നിസ്സാരമായി കണക്കാക്കരുത്. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂസിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് ഏകദേശം 70-80 വർഷം കഴിഞ്ഞിട്ടാണ് ഈ വെളിപ്പാട് യോഹന്നാന് നൽകുന്നത്. സ്തോത്രം. ഏകദേശം 60 വർഷം കഴിഞ്ഞിട്ട് ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം, ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ള സകലതും, ലോകാവസാനത്തിൻ്റെ കാര്യം, പുതിയ ആകാശം പുതിയ ഭൂമി, ഈ ഭൂമിയിൽ ഇറങ്ങുന്ന കാര്യം, മനുഷ്യൻ്റെ ന്യായവിധിയുടെ കാര്യം, ഇങ്ങനെ സാത്താന് സാത്താൻ്റെ കിട്ടാൻ പോകുന്ന ശിക്ഷ, ലോകാവസാനം സർവ്വതും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതുമായ കാര്യങ്ങൾ, ഇങ്ങനെ പല പല കാര്യങ്ങളെ കർത്താവ് ഈ തിരുവചനത്തിൽ കൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ
ഒരു സഭയോട് കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, ഇതാ ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് എപ്പോഴും മനസ്സുണ്ടായിരിക്കണം. കാരണം ഈ സർവത്തെയും സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നാം വിശ്വസിക്കണം. ഇന്ന് പലരും ദൈവം ഇല്ല, ഇതൊക്കെ സയൻസാണ്, ഇതെല്ലാം വെറുതെ ഈ ഭൂമി എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു കൂട്ടം ജനം ഈ ഭൂമിയിൽ ഇപ്പോഴുമുണ്ട്. ദൈവത്തെ വെറുപ്പിച്ചുകൊണ്ട്, അതായത് ഇതിന് കാരണക്കാരൻ മറ്റാരുമല്ല, നാം മനസ്സിലാക്കണം, ദൈവത്തെയും നമ്മളെയും തമ്മിൽ പിന്തിരിപ്പിക്കുന്ന, വേർപെടുത്തുന്ന ഒരു ശക്തി ഈ ഭൂമിയിലുണ്ട്. ദൈവമായിട്ട് ഒരു ബന്ധത്തിലേക്ക് നാം പോകാൻ പാടില്ല. ആദ്യം മുതലേ ഈ ലോകത്തെ കർത്താവ് സൃഷ്ടിച്ച ആ നാൾകൾ മുതൽ ഇന്ന് വരെയും ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് നമ്മളെ പോകാൻ അനുവദിക്കാതെ ഒരു ശക്തി, അതായത് ഇന്ന് ലോകത്തിൽ നാം എല്ലാവരും പറയുന്ന പൈശാചിൻ്റെ ശക്തി, ദുഷ്ട പൈശാചിൻ്റെ ശക്തി നമ്മളെ, മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ജാതി മത ഭേദമൊന്നുമില്ല. ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സകല മനുഷ്യരും, അത് ആണായാലും പെണ്ണായാലും സകല മനുഷ്യരും നമ്മുടെ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. എല്ലാവർക്കും ഒരേ ഒരു പിതാവേ ഉള്ളൂ. ആ പിതാവാണ് നമ്മുടെ ദൈവം. എല്ലാവർക്കും ഒരേ ഒരു പിതാവേ ഉള്ളൂ. ആ പിതാവാണ് നമ്മുടെ ദൈവം. ആ പിതാവ് സൃഷ്ടിച്ച ഒരു മനുഷ്യന്, ഒരു ആദാമിൽ നിന്നും ഔവയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട് ഈ ഭൂമിയിൽ വന്നിരിക്കുന്ന എല്ലാവരും നാം സഹോദരങ്ങളാണെന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. ദൈവത്തിൻ്റെ മക്കളാണ്. ഇപ്പോൾ നമ്മളെ മക്കൾ എങ്ങനെയോ അതുപോലെ തന്നെ ദൈവം എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത്. ഇവിടെ ഒരു വ്യത്യാസവും വയ്ക്കുന്നില്ല. എന്നാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ വഴിയെ വിട്ട്, ദൈവം പറയുന്ന കാര്യങ്ങളെ അനുസരിക്കാതെ പൈശാച് കാണിക്കുന്ന വഴിയിലേക്ക് അവൻ തിരിഞ്ഞ് ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ കഴിയാത്തത്. ദൈവസ്നേഹത്തെ നാം രുചിച്ചറിയണം, മനസ്സിലാക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവം പറയുകയാണ്, ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്, മുട്ടിക്കൊണ്ടേയിരിക്കുന്നു. അത് ഏത് വിധത്തിൽ മുട്ടുന്നുവെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. ചിലപ്പോൾ സഹോദരങ്ങളിൽ കൂടെ ആയിരിക്കാം, ചിലപ്പോൾ ബന്ധുക്കളിൽ കൂടെ ആയിരിക്കാം, ചിലപ്പോൾ വേറെ ഏതെങ്കിലും വഴിയിൽ കൂടെ ആയിരിക്കാം, ചിലപ്പോൾ സഭയിലുള്ള ശുശ്രൂഷകരിൽ കൂടെ ആയിരിക്കാം. ഇങ്ങനെ ഏത് വിധത്തിലെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് ഒരു സ്ഥാനം കിട്ടുമോ എന്ന് പറഞ്ഞ് കർത്താവ് ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ കർത്താവിൻ്റെ ശബ്ദം കേട്ട് ആ ദൈവത്തിന് വസിക്കാനുള്ള ആ ഒരു സ്ഥലം നമ്മുടെ ഉള്ളിൽ നാം ഒരുക്കി കൊടുക്കുമെങ്കിൽ തീർച്ചയായും ദൈവം നമ്മളിൽ വസിക്കും. നമ്മളിൽ വസിക്കുക മാത്രമല്ല, നമ്മളോടൊത്ത് അത്താളം കഴിക്കും, നമ്മളോടൊത്ത് ഇരിക്കും. അതുമാത്രമല്ല, കർത്താവോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യക്തി ദൈവത്തിന് ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കുമെങ്കിൽ കർത്താവ് പറയുകയാണ്, അവൻ എന്നോടും കൂടെ അത്താളം കഴിക്കും, ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഒന്ന് മനസ്സിലാക്കണേ, ഏതൊരു വ്യക്തി ദൈവത്തിന് ഉള്ളിൽ സ്ഥാനം കൊടുക്കുമോ, കർത്താവ് എവിടെ ഇരിക്കുന്നുവോ അവിടെ കർത്താവിനോട് കൂടെ ഇരിക്കാൻ ഞാൻ അവന് അനുവാദം കൊടുക്കും, വരം നൽകും. അവന് വരം നൽകും. എൻ്റെ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ, അതായത് കർത്താവായ യേശുക്രിസ്തു എവിടെ ഇരിക്കുന്നുവോ അവിടെ തന്നെ ഇരിക്കാൻ ഞാൻ വരം കൊടുക്കും. അവനൊന്ന് മാത്രമേ ചെയ്യേണ്ടുള്ളൂ, വാതിൽ തുറന്നു തരിക. വാതിൽ തുറന്നു തരിക എന്നതിൻ്റെ അർത്ഥം, പ്രിയമുള്ള സഹോദരങ്ങളെ,
കർത്താവ് ആഗ്രഹിക്കുന്നതാണ് നാം ഓരോരുത്തരും മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. ഇതിൻ്റെ അർത്ഥം മാനസാന്തരപ്പെടുക. നമ്മുടെ ഉള്ളിൽ ദൈവത്തിന് സ്ഥാനം കൊടുക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള അശുദ്ധങ്ങളെയെല്ലാം നാം എടുത്തു മാറ്റണം. നമ്മുടെ ഉള്ളിലുള്ള അശുദ്ധങ്ങൾ അത് മാറിയാലേ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ഇന്ന് പലർക്കും അത് സാധിക്കുന്നില്ല. ദൈവത്തിന് സ്ഥാനം കൊടുക്കുവാൻ ഇന്ന് ഒരു വ്യക്തിക്കും കഴിയുന്നില്ല. കാരണം എന്തെന്നറിയാമോ? പിശാച് ഈ ലോകത്തിൽ പല പല കാര്യങ്ങളെ കൊണ്ടുവന്ന് ദൈവജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമായിട്ട് അവൻ അടുക്കരുത്, ദൈവമായിട്ട് അവൻ ചേരരുത്. അവൻ മനുഷ്യൻ എന്താഗ്രഹിക്കുന്നുവോ അതിനെ അവൻ്റെ മുന്നിൽ കാണിച്ച് അവൻ്റെ ഉള്ളിൽ ഈ മോഹങ്ങളെ ഇട്ട് മനുഷ്യനെ ദൈവത്തിൽ നിന്നിങ്ങനെ അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ആ ഒരു കാര്യമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇവിടെ കർത്താവ് ഊന്നി പറയുന്നത്. സ്തോത്രം. ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കണം. ഇനി നാം ഇവിടെ മനസ്സിലാക്കണം. ഞാനിത് മുമ്പോട്ട് നിങ്ങൾക്ക് വ്യക്തമായി ഇത് പറഞ്ഞു തരാം. കർത്താവ് ഈ 7 സഭയെ ഇവിടെ പറയുകയാണ്. 7 സഭ. ഈ പറയുന്നതിന് മുമ്പായിട്ട് തന്നെ കർത്താവിൻ്റെ മഹത്വത്തെ ഇവിടെ വെളിപ്പെടുത്തി ഞാൻ ആരാണെന്നും ഞാൻ എന്താണെന്നും വ്യക്തമായി യോഹന്നാൻ തന്നെ ഭയപ്പെട്ടു പോയി. അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുകൾ, വെള്ളോട്ട് നിൽക്കുന്ന പാദം, മാറത്ത് പൊൻകച്ച ധരിച്ചവനായിട്ട് ഒരു വലിയ ഒരു ദർശനമാണ് കർത്താവ് യോഹന്നാന് കാണിച്ചു കൊടുക്കുന്നത്. ഞാൻ ആരാണെന്ന്, സിംഹാസനത്തിൽ ഞാൻ ആരാണ്, സ്വർഗത്തിൽ ഞാൻ ആരാണ്, ഈ ലോകത്തിൽ ഞാൻ ആരാണ്, ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവൻ എന്ന് വച്ചാൽ ഞാൻ പൂട്ടിക്കളഞ്ഞാൽ ആരെക്കൊണ്ടും തുറക്കുവാൻ കഴിയില്ല. ഞാൻ തുറന്നാൽ പിന്നെ ആരെക്കൊണ്ടും അത് അടച്ചു കളയുവാനും സാധിക്കില്ല. കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ തുറന്നു തന്നാൽ ആ തുറന്നു തന്നെ ആ തുറന്ന വഴിയെ അടയ്ക്കുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിയുമില്ല, ഒരുത്തനുമില്ല. ഞാൻ പൂട്ടിക്കളഞ്ഞാലോ അതിനെ തുറക്കാനും ഈ ലോകത്തിൽ ആരെക്കൊണ്ടും കഴിയുകയില്ല. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നാം മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ മഹത്വത്തെ നാം തിരിച്ചറിയണം. ഈ വേദപുസ്തകത്തിൽ കൂടെ കർത്താവ് സംസാരിക്കുന്നതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ. കാരണം ദാവീദിൻ്റെ താക്കോൽ എന്ന് പറയുമ്പോൾ ദാവീദ് രാജാവാണ്. രാജാതി രാജാവായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ ഈ ഭൂമിയിലേക്ക് വരും. അവൻ 1000 ആണ്ട് സിംഹാസനത്തിലിരുന്ന് വാഴും, രാജഭരണം നടത്തും. അവൻ ഭരിക്കും. തൻ്റെ ജനം അവനോടൊത്തുണ്ടായിരിക്കും. അവൻ്റെ രാജ്യത്തിൽ ഒരു കണ്ണുനീരോ ഒരു മുറവിളിയോ ഒരു ദുഃഖമോ ഒരു സങ്കടമോ ഒരു വേദനയോ ഒരു രോഗമോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. കാരണം ഈ ഭൂമിയിൽ കർത്താവിനെ പ്രതി എത്രമാത്രം കഷ്ടങ്ങളും ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളും അനുഭവിച്ചോ, കണ്ണുനീരുകൾ അനുഭവിച്ചോ, ഭാരങ്ങൾ ചുമന്നു, നിന്ദകൾ സഹിച്ചോ, ആ വ്യക്തികൾക്ക് കർത്താവ് കൊടുക്കാൻ പോകുന്ന ആ മഹത്വത്തെയാണ് പ്രിയമുള്ള സൗരങ്ങളെ ഈ വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് കിട്ടാൻ വേണ്ടിയാണ് കർത്താവ് മുൻകൂട്ടിയെ ഈ തിരുവചനത്തിൽ കൂടെ 7 സഭകളിൽ കൂടെ കർത്താവ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ദൈവം ഒരിക്കലും ഒരു കാര്യവും അറിയിക്കാതെ ചെയ്യത്തില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പേ ഈ കാര്യം കർത്താവ് വെളിപ്പെടുത്തി തന്നു. ഇത് സംഭവിക്കും, ഇത് സംഭവിക്കാൻ പോകുന്നു. കാരണം ദൈവം പരിശുദ്ധനാണ്. അവൻ പറയാതെ ഒരു കാര്യവും ചെയ്യത്തില്ല. പറഞ്ഞുകൊണ്ടേ എല്ലാ കാര്യവും അറിയിച്ചുകൊണ്ടേ ചെയ്യത്തുള്ളൂ. എന്തുകൊണ്ടാണ് അറിയിക്കുന്നത്? ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ പറയും, മകനെ അങ്ങനെ പോകാതെ, മകളെ അങ്ങോട്ട് പോകാതെ, അവിടെ വലിയൊരു കുഴി കിടക്കുകയാണ്. മുൻകൂട്ടിയേ കർത്താവ് പറഞ്ഞു, ഇതേപോലെ ഇത് നീ ചെയ്യുന്നുവെങ്കിൽ, ഇത് നീ വിട്ടുതിരിയുന്നില്ല എങ്കിൽ, ഇത് നീ
ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും എന്ന് കർത്താവ് മുൻകൂട്ടിയേ ഇത് പറഞ്ഞിരിക്കുകയാണ്. അതാണ് കർത്താവ് ഈ ഭാഗങ്ങളെ പറഞ്ഞിട്ട് ഈ 7 സഭകളോടും പറയുമ്പോൾ കർത്താവ് പറയുകയാണ്, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്ന് വച്ചാൽ നമ്മുടെ മനസ്സ്, ഹൃദയം തുറക്കുമ്പോൾ നമ്മളെ ചെവിയും തുറക്കും. ഇപ്പോൾ ഒരാളൊരു കാര്യം പറയുമ്പോൾ ആ പറയുന്ന കാര്യം നമ്മളെ ചിന്തയിൽ നമുക്ക് കേൾക്കണമെങ്കിൽ നമ്മളെ മനസ്സ് കൊടുത്താലേ നമുക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ നമ്മളെ ചിന്ത, നമ്മളെ മനസ്സ്, നമ്മളെ ഹൃദയം വേറെയാണെങ്കിൽ ആര് എന്ത് തന്നെ പറഞ്ഞാലും ശരി നമുക്ക് കേൾക്കത്തില്ല. ഇതുപോലെ തന്നെയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ കർത്താവിടെ പറയുന്നത്. കേൾപ്പാൻ ചെവിയുള്ളവൻ അവൻ കേൾക്കട്ടെ. ഞാൻ പറയുന്ന കാര്യം കേൾക്കുന്നവന് ഇന്നതിന്നത് കിട്ടും. 7 സഭകളിൽ കൂടെ കർത്താവ് ഇത് ജനങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. അവിടെ 7 സഭകളിൽ ഉള്ള കുറവുകളെ കർത്താവ് വിവരിച്ച് പറയുകയാണ്. ഇന്ന് 7 അല്ല, എത്രയോ ലക്ഷം സഭകൾ ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടു. പല പല പേരുകളിൽ ഈ ലോകത്തിലുണ്ട്. പല പല പേരുകളിൽ ഈ ലോകത്തിൽ കർത്താവിൻ്റെ സഭ, ക്രിസ്തീയ സഭ ഉണ്ട്. അതിൽ അതായത് കർത്താവിനെ ആരാധിക്കുന്ന, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് പോലെ സാത്താൻ പാർക്കുന്ന സഭ, സാത്താൻ വസിക്കുന്ന ഇടം, അത് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സഭയെക്കുറിച്ച് ഞാൻ ഉടനെ ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എന്താണ് ഈ സാത്താൻ്റെ സഭ? വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഈ വേദപുസ്തകം ഭവനത്തിലിരുന്ന് വായിക്കുക. കർത്താവ് ഇത് നിങ്ങൾക്കും മനസ്സിലാക്കി തരും. സ്തോത്രം. നിങ്ങളത് കേൾക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇതിൻ്റെ യഥാർത്ഥ സത്യം നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ തിരുവചന ഭാഗം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന ആ ഒരു അവസരത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് ഇത് ആവശ്യപ്പെടുകയാണ്. സ്തോത്രം. ഈ സുവിശേഷം നിങ്ങൾ കേൾക്കുവാൻ നിങ്ങളെ മനസ്സിനെ കൊടുക്കുക. നിങ്ങളെ തന്നെ കുറച്ച് സമയം, കർത്താവിൻ്റെ വചനമാണ്, കർത്താവാണ് സംസാരിക്കുന്നു എന്നുള്ള ഒരു ബോധത്തോടുകൂടെ നിങ്ങൾ ഇതിനെ കേൾക്കുവാൻ തയ്യാറാകുക. സ്തോത്രം. മനസ്സ് വയ്ക്കുക. ആരെങ്കിലും ഈ സുവിശേഷം, അതായത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് കർത്താവിൻ്റെ സുവിശേഷത്തെ സഹായിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളിത് വച്ചിരിക്കുന്നുവെങ്കിൽ ഈ സുവിശേഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന, പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് ലഭിക്കും. നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങൾ എല്ലാവരും ജോലി ചെയ്യുന്നവരാണ്, എല്ലാവരും പല പല കാര്യങ്ങളിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നവരാണ്. സമയങ്ങളില്ല. കർത്താവിൻ്റെ തിരുവചനം കേൾക്കുവാൻ വാഞ്ചയോടുകൂടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഈ തിരുവചന ഭാഗം അവർക്ക് പ്രയോജനമുള്ളതായി തീരും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർത്താവ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരും. യഹൂദനല്ലാതിരിക്കുക, യഹൂദൻ എന്ന് പറയുന്ന ഒരു കൂട്ടം ജനമുണ്ട്. ഇതിന് സാത്താൻ പാർക്കുന്ന സ്ഥലം, സാത്താൻ്റെ സഭക്കാർ, ഇങ്ങനെ പല പല കാര്യങ്ങളെ ഈ 7 സഭകളിൽ കൂടെ കർത്താവ് ഇവിടെ പറയുകയാണ്. അതിന്ന് ലോകത്തിലുണ്ട്, അത് ലോകത്തിൽ വ്യാപരിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യപ്പെടുന്നവർ ഈ തിരുവചനം, ഈ സുവിശേഷം നിങ്ങൾ കേൾക്കാൻ തയ്യാറാകുക. അങ്ങനെ ഓരോരുത്തരെയും ദൈവം സകലത്തിൽ നിന്നും രക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം സ്നേഹമുള്ളവനാണ്. നമ്മളെ ദൈവത്തിൻ്റെ സ്നേഹത്തെ നാം രുചിച്ചറിയണം. ദൈവം എപ്പോഴും നമ്മളോടുകൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം എപ്പോഴും നമ്മളോടുകൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് കുറച്ച് സ്ഥലം കൊടുക്കുക നമ്മുടെ ഉള്ളിൽ.
സ്തോത്രം. ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു എന്ന് കർത്താവ് ഇവിടെ പറയുന്നത് തന്നെയാണ്. നമ്മളെ ജീവിതത്തിൽ പല സാഹചര്യത്തിൽ പല പല സ്ഥലത്തിൽ കൂടെ പല പല വ്യക്തികളിൽ കൂടെ എങ്ങനെയെങ്കിലും എൻ്റെ മകൻ്റെ ഉള്ളിലേക്ക്, എൻ്റെ മകളുടെ ഉള്ളിലേക്ക് ഒന്ന് പ്രവേശിക്കാൻ, അവനോടുകൂടെ അത്താഴം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സുവിശേഷം കേൾക്കുന്ന നിങ്ങളോടൊത്ത് തന്നെ, നമ്മളോടൊത്ത് തന്നെ കർത്താവ് വസിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, കുറച്ച് സ്ഥലം ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാകുമെങ്കിൽ തീർച്ചയായും ഈ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പല പല അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് കടന്നു വരും. ഇന്ന് വരെ നമുക്കൊന്നും പല പല കാര്യങ്ങൾ തടസ്സങ്ങളായിരിക്കുന്നു, ഒന്നും ലഭിക്കുന്നില്ല. തടസ്സങ്ങൾ, എന്തു തൊട്ടാലും തടസ്സം, എവിടെ പോയാലും തടസ്സം, ഒന്നും നമുക്ക് വിജയിക്കുന്നില്ല. അങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുവെങ്കിൽ ഒന്നിനും പ്രയാസപ്പെടേണ്ട. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്നിനും പ്രയാസപ്പെടേണ്ട. നിങ്ങൾക്ക് എന്ത് പ്രയാസമായിരുന്നാലും അത് മാറ്റിത്തരുവാൻ ഞാനെന്ന് നിങ്ങൾക്ക് പറഞ്ഞ് പ്രസംഗിക്കുന്ന, ഞാൻ വെളിപ്പെടുത്തുന്ന ഈ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മതിയായവനാണ്, സകലത്തിലും മതിയായവനാണ്. എന്ത് തന്നെ ആയിക്കോട്ടെ, എന്ത് ബുദ്ധിമുട്ടായിക്കോട്ടെ, രോഗങ്ങളായിക്കോട്ടെ, വേദനകളായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അതിൽ നിന്നെല്ലാം വിട്ടുവിക്കുവാൻ ശക്തനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതിന് നാം ചെയ്യേണ്ടത് ഇന്നതാണെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ അത് ഞാൻ നിങ്ങൾക്കുടനെ അടുത്ത ഭാഗത്തിൽ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതായിരിക്കും, അത് പറഞ്ഞു തരുന്നതായിരിക്കും. കുറേച്ച കർത്താവിൻ്റെ തിരുവചനങ്ങളെ കേൾക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കുറേച്ച നാം അത് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ അത് വസിക്കും. സ്തോത്രം. ഇങ്ങനെ ഓടി എല്ലാം കൂടെ എന്ന് പറയുമ്പോൾ ഒന്നും നമുക്ക് മനസ്സിലാവത്തില്ല. കുറേച്ച ഈ തിരുവചന ഭാഗം മനസ്സിലാക്കി തരുവാൻ പരിശുദ്ധാത്മാവ് എന്നെ ഉപയോഗിച്ചിരിക്കുന്നു. നിങ്ങൾക്കും ആ മനസ്സുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഒരു സെക്കൻഡ് പ്രാർത്ഥിക്കാം. മഹാദൈവമേ, സർവശക്തനായ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഒരു ദിവസം കൂടെ കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് കർത്താവിൻ്റെ തിരുവചനം ധ്യാനിക്കുവാൻ കർത്താവ് തന്നല്ലോ, ആയുസ് തന്നല്ലോ. അതിനായി സ്തോത്രം. മഹാദൈവമേ, ഈ തിരുവചന ഭാഗം യഥാർത്ഥത്തിൽ ഇതിൻ്റെ സത്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കുവാൻ കർത്താവ് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലവനായ കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഈ തിരുവചന ഭാഗം കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. യഥാർത്ഥത്തിൽ ഞാൻ വന്ന് വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവനോടൊത്ത് അത്താഴം കഴിക്കുമെന്ന് പറഞ്ഞ ഈ തിരുവചന ഭാഗം പിതാവേ എല്ലാവർക്കും അനുഗ്രഹപ്രദമായിരിക്കട്ടെ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇത് കേൾക്കുന്ന സകല മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മഹത്വവും മാനവും പൂഴ്ചയും സ്തോത്രമെല്ലാം അങ്ങേക്കുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, ഈ തിരുവചന ഭാഗം വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ കേൾക്കാൻ താല്പര്യമുള്ളവർ, സ്തോത്രം, ഈ സുവിശേഷം കേൾക്കാൻ മനസ്സുള്ളവർ ഈ ചാനലെ വാച്ച് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. സ്തോത്രം.